Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചർ വീഡിയോയിൽ CET 303 ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചർ 2-ലെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള തേർഡ് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെക്ചറിൽ നമ്മൾ ഒരു ബീമിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സും ഇക്വേഷൻസും ആണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 3 ടൈപ്പ് ഓഫ് സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ടൈപ്പ് ഓഫ് സെക്ഷൻസ് ആൻഡ് മോഡ്സ് ഓഫ് ഫെയിലിയർ ബേസ്ഡ് ഓൺ ദ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ദർ ആർ 3 ടൈപ്സ് ഓഫ് സെക്ഷൻസ്. അപ്പോൾ ഏതൊരു ബീം എടുത്തു കഴിഞ്ഞാലും ഈ ഏതെങ്കിലും ഒരു ടൈപ്പ് ആയിരിക്കും അത്. ഫസ്റ്റ് വൺ ബാലൻസ്ഡ് സെക്ഷൻ, സെക്കൻഡ് വൺ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ, തേർഡ് വൺ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ആ ബീമിൻ്റെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും തന്നേക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്ന ആ ഒരു ബീം ബാലൻസ്ഡ് സെക്ഷൻ ആണോ, അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണോ, ഓവർ റീഇൻഫോഴ്സ്ഡ് ആണോ എന്നുള്ളത്. അതെങ്ങനെ മനസ്സിലാക്കാമെന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ ബാലൻസ്ഡ് സെക്ഷൻ, ഇപ്പോൾ ബാലൻസ്ഡ് സെക്ഷനിൽ നമുക്ക് തന്നേക്കുന്ന റെക്റ്റാങ്കുലർ ബീമാണ് ഈ കാണിച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് താഴെ 2-3 റീഇൻഫോഴ്സ്മെൻറ്റും ഉണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ ന്യൂട്രൽ ആക്സിസ്. ഇതതിൻ്റെ സ്ട്രെയിൻ ഡയഗ്രാം. ഇനി നമുക്കറിയാം നമ്മുടെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് നമുക്ക് കോഡ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ XU മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞായിരുന്നു. IS 456 പേജ് നമ്പർ 70 എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഓരോ ഗ്രേഡ് ഓഫ് സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ടും XU max by D കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. XU max by D കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് XU max കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ XU max എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേഡ് ഓഫ് സ്റ്റീലിന് അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബീം തന്നേക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏത് സ്റ്റീലാണ് ഉപയോഗിച്ചേക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മൈൽഡ് സ്റ്റീലാണെങ്കിൽ ഞാൻ പറഞ്ഞു FIയുടെ വാല്യൂ 250 ആണ്. HYSD ആണെങ്കിൽ FIയുടെ വാല്യൂ 415 ആകാം, അല്ലെങ്കിൽ FIയുടെ വാല്യൂ 500 ആകാം. അപ്പോൾ ഇത് ഏതാണെന്ന് കറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഗ്രേഡ് ഓഫ് സ്റ്റീൽ നമുക്കറിയാമെങ്കിൽ നമുക്ക് ആ ഒരു ബീമിൻ്റെ XU മാക്സിമം എത്രയാണെന്നുള്ളത്, അതായത് ലിമിറ്റിംഗ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് തന്നേക്കുന്ന ബീമിൻ്റെ ബ്രെഡ്ത്തും ഡെപ്ത്തും ഈ ഏരിയ ഓഫ് സ്റ്റീൽ AST ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് XUവും കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ XUവും XU മാക്സും ഒരേ പോയിന്റിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ, ദാറ്റ് ഈസ് XU is equal to XU max എന്നാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് തന്നേക്കുന്ന ആ ഒരു ബീം ബാലൻസ്ഡ് സെക്ഷൻ ആണെന്ന് നമ്മൾ പറയും. ഓക്കെ, ഒന്നുകൂടി പറയാം. ഇപ്പോൾ നമ്മൾ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് ബീം വരയ്ക്കുക, ബീമിൻ്റെ ബ്രെഡ്ത്ത്, ഡെപ്ത്ത്, പിന്നെ അതിൻ്റെ അകത്ത് ഏരിയ ഓഫ് സ്റ്റീൽ AST കണ്ടുപിടിക്കണം. അത് വെച്ചിട്ട് നമുക്ക് ആ ബീമിൻ്റെ ഒറിജിനൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കണ്ടുപിടിക്കാൻ പറ്റും, XU കണ്ടുപിടിക്കാൻ പറ്റും. ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് XU by D എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. എവിടെയുണ്ട്? പേജ് നമ്പർ 96. പേജ് നമ്പർ 96 അനക്സ് Gയിൽ XU by Dയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിൽ നിന്ന് XU by D കണ്ടുപിടിക്കാം. അവിടെ നിന്ന് നമുക്ക് XUവും കിട്ടും. ആ XU കണ്ടുപിടിക്കുക, തന്നേക്കുന്ന ബീമിൻ്റെ ഒറിജിനൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ഏത് ബീമാണെങ്കിലും അതിൻ്റെ ലിമിറ്റിംഗ് ന്യൂട്രൽ ആക്സിസ് അല്ലെങ്കിൽ XU മാക്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പേജ് 70 ഒരു ഇക്വേഷൻ ഉണ്ട്. പേജ് നമ്പർ 70 XU max by D is equal to 3 കണ്ടീഷൻസ് ഉണ്ട്. 0.48, 0.56 ആ രീതിയിൽ ഓരോ വാല്യൂസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് XU മാക്സും കിട്ടും. അങ്ങനെ കണ്ടുപിടിക്കുന്ന XU ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്തും ലിമിറ്റിംഗ് ന്യൂട്രൽ ആക്സിസ് ഡെപ്തും രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് പറയാം നമുക്ക് തന്നേക്കുന്ന ബീം ബാലൻസ്ഡ് സെക്ഷനാണ്. ഓക്കെ, ബാലൻസ്ഡ് സെക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ഈൽഡ്സ് ടുഗദർ. അപ്പോൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് സ്റ്റീലും കോൺക്രീറ്റും ഒരേപോലെ ലോഡ് എടുക്കും. സ്റ്റീലും കോൺക്രീറ്റും ഒരേ ടൈമിലായിരിക്കും ഫെയിലിയർ സംഭവിക്കുന്നത്, അതായത് ഒരേപോലെ അത് ഈൽഡ് ചെയ്യും. ഇതാണ് ഐഡിയൽ കണ്ടീഷൻ. അതായത് ബാലൻസ്ഡ് സെക്ഷനായിട്ട് വേണം നമ്മൾ ഏതൊരു ബീമും ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, ഇനി അടുത്തത് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണ്. അതായത് സ്റ്റീല് കുറച്ചായിരിക്കും നമ്മൾ കൊടുത്തേക്കുന്നത്. കോൺക്രീറ്റ് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്, പക്ഷേ
ആവശ്യത്തിനേക്കാളും തൊട്ട് താഴെ ഒരു ഇച്ചിരി ലിമിറ്റ് താഴ്ത്തിയായിരിക്കും നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്താണ് അണ്ടർ റീഇൻഫോഴ്സ്ഡിൻ്റെ കണ്ടീഷൻ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ബീമിൻ്റെ എന്താ പറയുക എക്സ് യു മാക്സ്, അതാണ് എക്സ് യു മാക്സ് കണ്ടുപിടിച്ചു. ഇനി ബീമിൻ്റെ ഒറിജിനൽ ശരിക്കുമുള്ള ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എക്സ് യുവും കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എക്സ് യുടെ വാല്യൂ ഈസ് ലെസ് ദാൻ എക്സ് യു മാക്സ്. അപ്പോൾ ആക്ച്വൽ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ലിമിറ്റിംഗ് അല്ലെങ്കിൽ മാക്സിമം ന്യൂട്രൽ ആക്സിസ് ഡെപ്തിനേക്കാളും കുറവാണെങ്കിൽ നമ്മളതിനെ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ദ സ്റ്റീൽ ഈൽഡ് ഫസ്റ്റ് ആൻഡ് റീച്ചസ് ടു എ മാക്സിമം സ്ട്രെയിൻ ബിഫോർ കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ സ്റ്റീൽ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആയതുകൊണ്ട് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റീൽ പെട്ടെന്ന് ഈൽഡ് ചെയ്ത് അതിൻ്റെ മാക്സിമം സ്ട്രെയിനിലേക്ക് എത്തും ബിഫോർ കോൺക്രീറ്റ് ആ ഒരു സ്ട്രെയിനിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് സ്റ്റീൽ സ്ട്രെയിൻ ചെയ്ത് ആ ഒരു ലിമിറ്റിലേക്ക് എത്തും. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെങ്കിൽ എക്സ് യു ലെസ് ദാൻ എക്സ് യു മാക്സ് ആയിരിക്കും. ലാസ്റ്റ് വൺ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് മാക്സിമം എക്സ് യു മാക്സിമം ആദ്യം കണ്ടുപിടിക്കുക. ഇനി ഈ ഒരു ഫിഗറിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇതിൻ്റെ ശരിക്കും ഇവിടെയാണ് ഡോട്ടഡ് ലൈൻ വരേണ്ടത്. എക്സ് യുവും കണ്ടുപിടിക്കുക. ഇത്രയാണ് എക്സ് യു. അപ്പോൾ നമുക്ക് കിട്ടിയപ്പോൾ മനസ്സിലായി എക്സ് യു ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ്. ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് യു ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ് ആണെങ്കിൽ നമ്മളതിനെ ഓവർ റീഇൻഫോഴ്സ്ഡ് എന്ന് പറയും. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? കോൺക്രീറ്റ് റീച്ച്ഡ് ദ മാക്സിമം സ്ട്രെയിൻ ഫസ്റ്റ്. കോൺക്രീറ്റ് ഓവർ റീഇൻഫോഴ്സ്ഡ് ആയതുകൊണ്ട് സ്റ്റീൽ ഒരിക്കലും അതിൻ്റെ സ്ട്രെയിനിലേക്ക് പെട്ടെന്ന് എത്തത്തില്ല. കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ നോർമലായിട്ടേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കോൺക്രീറ്റ് റീച്ചസ് ടു ദ മാക്സിമം സ്ട്രെയിൻ ഫസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള സെക്ഷനാണ് നമ്മൾ ഓവർ റീഇൻഫോഴ്സ്ഡ് എന്ന് പറയുന്നത്. ഈ ഒരു സെക്ഷൻ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പാടില്ല. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് അനുസരിച്ച് ഓവർ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷനും നമ്മൾ ഡിസൈൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു സെക്ഷനാണ് തന്നേക്കുന്നതെങ്കിൽ നമ്മൾ എഴുതേണ്ട കമൻറ്റ് റീഡിസൈൻ ദ സെക്ഷൻ കോൺക്രീറ്റ് ക്രാക്ക് ബിഫോർ സ്റ്റീൽ ഈൽഡിങ്. അപ്പോൾ സ്റ്റീല് അതിൻ്റെ ലോഡ് എടുത്ത് ഈൽഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ കോൺക്രീറ്റിൽ ക്രാക്ക് വരാൻ തുടങ്ങും. അതാണ് ഈ ഒരു സെക്ഷൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഇത്രയേ ഉള്ളൂ. 3 ടൈപ്പ് സെക്ഷൻ ഉണ്ട്. ബാലൻസ്ഡ് സെക്ഷൻ ആണെങ്കിൽ എക്സ് യുടെ വാല്യൂ എക്സ് യു മാക്സിൻ്റെ വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കും. അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണെങ്കിൽ എക്സ് യുവിൻ്റെ വാല്യൂ വിൽ ബി ലെസ് ദാൻ എക്സ് യു മാക്സ് ആയിരിക്കും. ഓവർ റീഇൻഫോഴ്സ്ഡ് ആണെങ്കിൽ എക്സ് യുവിൻ്റെ വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ് ആയിരിക്കും. അങ്ങനത്തെ സെക്ഷൻ ഡിസൈൻ ചെയ്യാൻ പാടില്ല. അതുപോലെ സെക്ഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ അത് റീഡിസൈൻ ചെയ്യണം. ഓക്കെ, ഇനി എങ്ങനെയാണ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഇനി നമുക്കിതിൻ്റെ സ്ട്രെസ് ഡയഗ്രം അറിയാം. ഒരു ബീമിൻ്റെ സ്ട്രെസ് ഡയഗ്രം എന്ന് പറയുമ്പോൾ ഇതാ ഈ രീതിയിലാണ് അതിൻ്റെ വരുന്നത്. ഇവിടെ ആക്ട് ചെയ്യുന്നത് ടെൻസൈൽ ഫോഴ്സ്, മുകളിൽ ആക്ട് ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ കംപ്രസീവ് ഫോഴ്സ്. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ന്യൂട്രൽ ആക്സിസ്, അതാണ് എന്നെ എന്ന് എഴുതിയിരിക്കുന്നത്. ഈ കാണുന്ന ഡെപ്താണ് നമ്മുടെ എക്സ് യു, ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുന്നത്. ഇനി ഈ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മുതൽ മുകളിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് 0.42 എക്സ് യു. ഇതെങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ നമ്മൾ ആദ്യത്തെ ലെക്ചറിൽ പറഞ്ഞതാണ്. ഓക്കെ, ഇനി ആ ഒരു ബീമിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡെപ്ത് സ്മോൾ ഡി ആണ്. ഇനി ഈ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ ലിവർ ആം എന്ന് പറയുന്നത്. ഈ കംപ്രസീവ് ഫോഴ്സ് മുതൽ ടെൻസൈൽ ഫോഴ്സ് വരെയുള്ള ഈ ഡിസ്റ്റൻസിനാണ് നമ്മൾ ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ലിവർ ആം ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കിട്ടും? ഇതാ ഒന്നുകൂടി ശ്രദ്ധിച്ചോ. ടോട്ടൽ ഡിസ്റ്റൻസ് സ്മോൾ ഡി ആണ്. ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 0.42 എക്സ് യു ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലിവർ ആം ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എഫക്റ്റീവ് ഡെപ്ത് ഡി മൈനസ് 0.42 എക്സ് യു. ഓക്കെ, ഇനി ഈ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് സിയുടെ ഇക്വേഷൻ എഴുതാമല്ലോ. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ലെക്ചറിൽ പഠിച്ചാണ്. 0.36 എഫ് സി കെ ബി ഇൻറ്റു എക്സ് യു ടി. ടെൻഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, ടെൻസൈൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ 0.87 എഫ് വൈ ഇൻറ്റു എ എസ് ടി. എ എസ് ടി എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സ്റ്റീൽ, എഫ് സി കെ എന്ന് വെച്ചാൽ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, എഫ് ഐ എന്ന് വെച്ചാൽ ഗ്രേഡ് ഓഫ് സ്റ്റീൽ, ബി എന്ന് വെച്ചാൽ ബീമിൻ്റെ ബ്രെഡ്ത്ത്, ഇത് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എക്സ് യു. അപ്പോൾ ഇതാണ് കംപ്രസീവ് ഫോഴ്സ്, ഇതാണ് ടെൻസൈൽ ഫോഴ്സ്. ഓക്കെ, ഇനി ലിവർ ആം ഡിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കംപ്രസീവ് ഫോഴ്സ് ആൻഡ് ടെൻസൈൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ലിവർ ആം ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഡി മൈനസ് 0.42 എക്സ് യു ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നമുക്ക് ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ മൊമെൻറ്റ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസ് നമ്മൾ 3 സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് കേസ് ഫോർ ബാലൻസ്ഡ് സെക്ഷൻ.
ബാലൻസ്ഡ് സെക്ഷൻ കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ yield simultaneously. അവിടെ എക്സ് യു വിൽ ബി ഈക്വൽ ടു എക്സ് യു ലിമിറ്റും എം യു വിൽ ബി ഈക്വൽ ടു എം യു ലിമിറ്റും ആയിരിക്കും. എക്സ് യു ഇസ് ഈക്വൽ ടു എക്സ് യു മാക്സ് എന്ന് വേണേൽ കൊടുക്കാം. എക്സ് യു മാക്സിനെ തന്നെയാണ് എക്സ് യു ലിമിറ്റ് ആയിട്ട് എഴുതുന്നത്. അതേപോലെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിന് എം യു എന്നാണ് കൊടുക്കുന്നത്. എം യു വിൽ ബി ഈക്വൽ ടു എം യു ലിമിറ്റ്, ലിമിറ്റിംഗ് മൊമെൻറ്റിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി അപ്പോൾ എം യു ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സി ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ്. സി എന്ന് വെച്ചാൽ കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു അതിൻ്റെ ലിവർ ആം ഡിസ്റ്റൻസ്. ഇനി ഇപ്പോൾ എന്തിനാണ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് ആ ഒരു പടം ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ മൊമെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് എടുക്കേണ്ടത്. എം യു ഇസ് ഈക്വൽ ടു സിയുടെ വാല്യൂ 0.36 എഫ് സി കെ എക്സ് യു ഇൻറ്റു ബി ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് നമ്മളിപ്പോൾ പറഞ്ഞത് ഡി മൈനസ് 0.42 എക്സ് യു. അതല്ലെങ്കിൽ എം യു ലിമിറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കോഡ് ബുക്കിലുണ്ട്. IS 456 2000 പേജ് നമ്പർ 96 കിടപ്പുണ്ട് ഈ ഒരു ഇക്വേഷൻ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പേജ് നമ്പർ 96, IS 456 എന്ന് പറയുന്ന കോഡാണ്. അപ്പോൾ അതിൻ്റെ ഹെഡിങ് അനക്സ് ജി എന്നാണ് ആ പേജിൻ്റെ ഹെഡിങ്. ഇതിൻ്റെ ക്ലോസ് വരുന്നത് 38.1 ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാ, the value of xu by d is less than the limiting value. This equation, ഇതല്ല, if the value of xu by d is equal to limiting value, അതായത് xu is equal to xu max എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് എടുക്കുന്നത്. mu limit is equal to 0.36 xu max by d into 1 minus 0.42 xu max by d into b d square fck. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കോഡ് ബുക്കിലുണ്ട്. പക്ഷേ ഇതെപ്പോൾ കോഡ് ബുക്കിൽ നിന്ന് എടുത്ത് എഴുതിയാലും നമ്മൾ കോഡ് ബുക്കിൻ്റെ പേര് മെൻഷൻ ചെയ്യണം, ക്ലോസ് മെൻഷൻ ചെയ്യണം, പേജ് നമ്പർ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ബാലൻസ്ഡ് സെക്ഷൻ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. ഇനി എന്തിനാണ് ഞാൻ ഇക്വേഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ, സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞേക്കുന്നതെങ്കിൽ മാത്രം ഈ ഇക്വേഷൻ എടുക്കുക. അതല്ലെങ്കിൽ കോഡിലുള്ള ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിന് ആൻസർ കിട്ടും. ഇനി ഫോർ അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ, അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ്റെ പ്രത്യേകത എന്താണ്? സ്റ്റീൽ ഈൽഡ് ഫസ്റ്റ്. സ്റ്റീൽ കോൺക്രീറ്റിനെക്കാളും മുമ്പ് ഈൽഡ് ചെയ്യും. അതിൻ്റെ കണ്ടീഷൻ എന്ന് വെച്ചാൽ എക്സ് യു വിൽ ബി ലെസ് ദാൻ എക്സ് യു മാക്സ് ആയിരിക്കും. അതേപോലെ എം യു വിൽ ബി ലെസ് ദാൻ എം യു ലിമിറ്റും ആയിരിക്കും. ഇതിൻ്റെ അകത്ത് എക്സ് യു ലിമിറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് എക്സ് യു മാക്സിമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് യു ലെസ് ദാൻ എക്സ് യു മാക്സിമം എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ സെക്ഷൻ അണ്ടർ റീഇൻഫോഴ്സ്ഡ് എന്ന് പറയും. അപ്പോൾ അണ്ടർ റീഇൻഫോഴ്സ്ഡ് ആണ് സെക്ഷൻ എങ്കിൽ അവിടുത്തെ എം യു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടെൻസൈൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ്. ടെൻസൈൽ ഫോഴ്സിൻ്റെ നമ്മുടെ സ്ട്രെസ് ബ്ലോക്കിൽ നിന്നുള്ള ഇക്വേഷൻ 0.87 FY ഇൻറ്റു AST, ലിവർ ആം ഡിസ്റ്റൻസ് D മൈനസ് 0.42 XU. ഓക്കെ, ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്തേക്കുന്ന കോഡ് ബുക്കിലുള്ള ഇക്വേഷനാണ്. MU is equal to 0.87 FY AST ഇൻറ്റു D ഇൻറ്റു 1 മൈനസ് AST ഇൻറ്റു FY FCK BD. ഓക്കെ, ഇത് പേജ് നമ്പർ 96 തന്നെ കിടപ്പുണ്ട്. ആ ഇക്വേഷനാണ് ഇതായത്. XU ലെസ് ദാൻ ഈ XU മാക്സ് ആണെങ്കിൽ ഈ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അതേപോലെ നമ്മുടെ പ്രോബ്ലത്തിൽ XU കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് എടുക്കുന്നത്. അപ്പോൾ ഈ പേജ് നമ്പർ 96 അനക്സ് G ക്ലോസ് 38 നമ്മൾ A എന്ന് പറയുന്ന ഇക്വേഷൻ XU കണ്ടുപിടിക്കാൻ എടുക്കും. B എന്ന് പറയുന്ന ഇക്വേഷൻ എപ്പോഴാണ് എടുക്കുന്നത്? XU ലെസ് ദാൻ XU മാക്സ് എന്ന് പറയുന്ന കണ്ടീഷനിൽ ഇക്വേഷൻ എടുക്കും. C എന്ന് പറയുന്ന കണ്ടീഷൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എപ്പോഴും എടുക്കും? XU is equal to XU മാക്സ് എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ. ബാലൻസ്ഡ് സെക്ഷൻ ആണെങ്കിൽ നമ്മൾ ഈ MU ലിമിറ്റിൻ്റെ ഇക്വേഷൻ എടുക്കും. ഓക്കെ, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻസ് കാണാതെ ഒന്നും പഠിക്കേണ്ട. കറക്റ്റ് എപ്പോഴൊക്കെ ഈ പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പ്രോബ്ലത്തിന് എടുത്തായാലും ഇവിടുത്തെ പേജ് നമ്പർ കോട്ട് ചെയ്യണം, ക്ലോസ് കോട്ട് ചെയ്യണം, കോഡിൻ്റെ പേജ് കോട്ട് ചെയ്യണം. ഓക്കെ, അതാണ് അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. ഇനി മൂന്നാമത്തത് ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ഉണ്ട്. അത് നമ്മൾ എഴുതുന്നില്ല. കാര്യം എന്താണ്? ഓവർ റീഇൻഫോഴ്സ്ഡ് ഡിസൈൻ വന്നു കഴിഞ്ഞാൽ റീഡിസൈനാണ്. ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ വെച്ചിട്ട് ഫർദർ ഡിസൈനിങ് പോസിബിൾ അല്ല. അതുകൊണ്ട് ആ സെക്ഷനെ മൊത്തത്തിൽ റീഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെക്ചറിൽ ഇത്രയാണുള്ളത്. നമുക്ക് അടുത്ത ലെക്ചർ മുതൽ ഇതിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, ഡിസൈൻ അല്ല അനാലിസിസ് പ്രോബ്ലം, മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലത്തിനാണ് നമ്മൾ അനാലിസിസ് പ്രോബ്ലം എന്ന് പറയുന്നത്. അനാലിസിസ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, താങ്ക് യു.